ഹായ് ഹലോ. അപ്പോൾ ഇന്നൊരു ചെറിയൊരു മിനി വ്ളോഗ് ആട്ടോ. കുറേ ആയില്ലേ ലോങ് വീഡിയോ ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. ഇന്ന് വൈകിയാണ് എണീറ്റത്. അപ്പോൾ അറിയാലോ, പനി ഉണ്ടായിരുന്നു. പനി അങ്ങനെ മാറിയിട്ടൊന്നുമില്ല, സൗണ്ടൊക്കെ പോയി കിടക്കാണ്. അപ്പോൾ 6:30 ആയിട്ട് എണീക്കാനല്ലേ. ഏട്ടന് മഞ്ചേരിയാണ് വർക്കുള്ളത്. പിന്നെ ഒരു 8 മണിയൊക്കെ ആയപ്പോഴാണ് പോയത് തന്നെ. 6:30 ആയപ്പോൾ ഞാനിന്ന് ചോറ് കുക്കറിൽ വെച്ചത്. ചോറ് ഞാൻ അടുപ്പ് കത്തിക്കാനൊന്ന് ഇന്ന് വൈകിയല്ലേ എണീറ്റത്. അപ്പോൾ പിന്നെ സമയമല്ല വെച്ചപ്പോൾ ചോറ് വെന്ത് കിട്ടൂല എന്ന് വിചാരിച്ചുകൊണ്ട് കുക്കറിൽ വെച്ചായിരുന്നു. പിന്നെ അടുപ്പ് കത്തിക്കണം എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് കുടിക്കാനുള്ള വെള്ളം അടുപ്പിൽ തന്നെ വെക്കണം. കുറേ ഉണ്ടാവും വെള്ളം. അപ്പോൾ ഗ്യാസിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറേ നേരം സമയം പിടിക്കല്ല തിളച്ച് വരാൻ. അപ്പോൾ ഒരു വലിയ കലത്തിൽ തന്നെയാണ് വെക്കാറ്. ഏട്ടന് വർക്കിന് വേണ്ടി ഒരു 2 ലിറ്റർ വെള്ളം ഞാൻ കൊണ്ടുപോകാറുണ്ട്. പിന്നെ അവനും കുടിക്കും, പിന്നെ കുടിക്കും, 2 വെള്ളം കുടിച്ചിട്ട് അവന് പാലുകൂടിയൊക്കെ നിർത്തിയതിന് ശേഷം പിന്നെ നല്ല വെള്ളം കൂടിയാണ്. ചെറിയൊരു ചുമയുണ്ട്. ഇന്നലെ ഞങ്ങളൊരു ഹോസ്പിറ്റൽ കേസിനായിട്ട് പോയിരുന്നു കേട്ടോ. അതുകൊണ്ട് പിന്നെ ഇന്നലെ കുറേ വെള്ളമൊക്കെ ഇന്നലെ അങ്ങനെ ഹോസ്പിറ്റലിൽ പോയപ്പോഴും കൊണ്ടുപോയിരുന്നു ഒരു കുട്ടിയുടെയൊക്കെ. അതുകൊണ്ട് തീരെ വെള്ളമില്ലാതായത്. അല്ലെങ്കിൽ സാധാരണ രാവിലെയൊക്കെ നല്ലോണം ഏട്ടൻ കൊണ്ടുപോകുന്ന വെള്ളം വരെ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഇന്ന് കുടിവെള്ളം കുറവായിരുന്നു കൊണ്ടുപോകാൻ. ഹോസ്പിറ്റലിലൊന്നും പോയെന്ന് ചോദിച്ചാൽ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, ഒരു ചെറിയൊരു സർജറീൻ്റെ കാര്യത്തിലാണ്. അപ്പോൾ എന്ത് സർജറീൻ്റെയാണ് കാര്യമെന്ന് ഞാൻ പിന്നെ പറയാം. ഡോക്ടറൊന്നും ഇപ്പോൾ കൺഫേം ആക്കിയിട്ടില്ല. അപ്പോൾ ഇന്നലെ കുറേ ടെസ്റ്റുകളൊക്കെ ചെയ്യാനായിട്ടായിരുന്നു പോയത്. രാവിലെ പോയിട്ടാണ് ഞങ്ങൾ മഞ്ചേരി ഹോസ്പിറ്റലിലാണ് പോയത്. ഇന്ന് രാവിലെ 3 മണിയായപ്പോൾ പോയിട്ടുണ്ട്. കാരണം നമുക്കറിയാലോ, ഗവൺമെൻറ് ഹോസ്പിറ്റലിലാകുമ്പോൾ നേരത്തെ പോയി ക്യൂ നിൽക്കേണ്ടി വരും. പിന്നെ ഡോക്ടറെ കണ്ട് സമയം, പിന്നെ ബ്ലഡ്, യൂറിന്, ECG, എക്സ്റേ, സ്കാനിങ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കിനും ഒരുപാട് സമയം. അപ്പോൾ പിന്നെ കുഞ്ഞിന് ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ തറവാട്ടിൽ പോയി നിന്നിട്ട് അവനെ അവിടെ ആക്കിയിട്ടാണ് രാവിലെ 3 മണിയായപ്പോൾ എണീറ്റ് പോയത്. 3 മണിക്കൊക്കെ പോയിട്ട് ഞങ്ങളൊരു 4:30 ആയപ്പോഴാണ് അവിടെ എത്തിയത് തന്നെ. നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. അതന്നെ ആ സമയത്തിൽ പോയതുകൊണ്ട് പിന്നെ ഞങ്ങൾക്ക് 13 ടോക്കൺ നമ്പർ കിട്ടിയത് തന്നെ. അപ്പോൾ നമ്മളങ്ങാട്ടി മുന്നേ പോയൊരു 3 മണിക്കൊക്കെ അവിടെ എത്തിയ ആൾക്കാർ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അവിടെ കുറേ കാത്തു നിന്ന് പിന്നെ ഡോക്ടറെ കണ്ട് 9 മണി ആയപ്പോൾ തന്നെയാണ് ഡോക്ടറെ കണ്ടത്. അതുവരെ നമ്മൾ കാത്തു നിന്നു. പിന്നെ ഡോക്ടർ പിന്നെ കുറച്ച് വേറെ ടെസ്റ്റുകൾ ഇന്നലെ തന്നേന്ന്. അതും ടെസ്റ്റ് ചെയ്ത് വരുമ്പോഴേക്കും ഇന്നലെ 5 മണിയൊക്കെ ആയി വീട്ടിലേക്ക് എത്താൻ തന്നെ. പിന്നെ അപ്പോഴേക്കിനും ഏട്ടൻ്റെ അമ്മ ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. കാരണം വൈകുന്നേരം ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്കൊന്നിനും വയ്യ. കാരണം നമ്മൾ ഉറക്കമൊഴിച്ചതിൻ്റെ ക്ഷീണം അതിൻ്റെ മുഖത്ത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയാം കേട്ടോ, നല്ല ക്ഷീണമുണ്ട്. ഫുഡൊക്കെ പിന്നെ അവിടെ നിന്നാണ് കൊണ്ടുവന്നത്. പിന്നെ ഇന്നലെ തന്നെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ മീൻ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ എങ്ങനെയായാലും വൈകിയല്ലേ മീനുള്ളൂ, കാരണം ശരീരത്തിന് വയ്യാത്തതുകൊണ്ട്. അപ്പോൾ ഇന്നലെ മീൻ വാങ്ങിച്ചിട്ട് ഇന്നലെ രാത്രി തന്നെ ഞാൻ വെച്ചിരുന്നു കേട്ടോ, വറ്റിച്ച് വെച്ചിരുന്നു. പിന്നെ മീൻ പൊരിക്കാനുള്ളത് ഞാൻ മിക്സാക്കി വെച്ചിരുന്നു ഫ്രിഡ്ജിൽ. അതൊക്കെ കുറച്ചെടുത്ത് പൊരിച്ചു. ഇന്ന് ഞാൻ കടിക്കായിട്ട് പിന്നെ സെപ്പറേറ്റ് കറിയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. കാരണം മീൻ കറി തന്നെയായിരുന്നു. ഏട്ടനും അതന്നെ കൊണ്ടുപോയത്. പിന്നെ പത്തിരിയൊന്നും ഉണ്ടാക്കിയത് കേട്ടോ. കുറേ പത്തിരിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പം അതിന് മീൻ കറി തന്നെയാണ്. പിന്നെ ചോറൊക്കെ ഊറ്റി വെച്ചു. നമ്മളിന്ന് കുക്കറിലാണ് ഉണ്ടാക്കിയത്. അപ്പോൾ പിന്നെ തന്നെ ഊറ്റി വെച്ചു. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ പോയ കാര്യം, ഹോസ്പിറ്റലിൽ പോയ ആ ചെറിയൊരു ഷോർട്സ് ഞാൻ എടുത്തിട്ടുണ്ട്. അത് ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ അപ്പോൾ ഡോക്ടറെ കാണുന്നതൊന്നും അതിൽ വീഡിയോസിലൊന്നുമില്ല. കാരണം പനിയുടെ ക്ഷീണം കൊണ്ടിട്ട് കുറേയൊക്കെ ഷോർട്സൊക്കെ എടുക്കാനൊക്കെ മറന്നു. പിന്നെ പുറത്ത് പോയാൽ നമുക്കറിയാമല്ലോ, പുറത്ത് പോയാൽ ഫുഡ് അടിയാണ്, നല്ല ഫുഡ് കഴിക്കും. കാരണം ആ സമയത്ത് രാവിലെ ചായ കുടിച്ചായിരുന്നു. അത് കഴിഞ്ഞ്
പിന്നെ ഞങ്ങൾ ഭക്ഷണം കഴിക്കണം തന്നെ 3:30 ആയപ്പോഴാട്ടോ. ഡോക്ടറൊക്കെ കണ്ടു വരുമ്പോഴേക്കും കുറേ ഇനി പോകാനുണ്ട് ഡോക്ടറെ അടുത്ത്. കാരണം ഇനി തിങ്കളാഴ്ച ഒന്നും കൂടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ സർജറിയുടെ ഡേറ്റൊക്കെ തരുമെന്ന് പറഞ്ഞിരുന്നു. ഇനി എങ്ങനെയൊന്നും അറിയില്ല. പിന്നെ ഒന്നും കൂടി പോയി നോക്കിയാൽ അറിയാം. അങ്ങനെ ഇന്നലത്തെ ദിവസം എങ്ങനെ പോയെന്നറിയില്ല. കാരണം ആ സമയം തൊട്ട് വൈകുന്നേരം രാത്രി വരെ സമയം നമുക്ക് ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ പ്രത്യേകിച്ച് ഹോസ്പിറ്റലിലെ കേസൊക്കെ ആകുമ്പോഴാണ് നമുക്ക് സമയം പോകുന്നത് അറിയാത്തത്. കാരണം ഇന്നലെ ഞങ്ങളത് അറിഞ്ഞു കേട്ടോ. കാരണം 2 പേർക്ക് നല്ല ക്ഷീണമുണ്ടായിരുന്നു. കാരണം ഏട്ടനാണെങ്കിലും ഇന്നലെ മഞ്ചേരിക്ക് പോയി കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ വർക്ക് അവിടെയാണ്. അപ്പോൾ ഇന്ന് രാവിലെ വണ്ടി ഓടിച്ച് അത്രയും നേരം പോകണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു 1.5 മണിക്കൂർ ഉണ്ട്. സ്കൂട്ടിയിലൊക്കെ ആയതുകൊണ്ട് നല്ല ബാക്ക് പെയിനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പോകാൻ. എന്നാലും ഞങ്ങൾ നിർത്തി അങ്ങനെ കുറച്ച് നേരം നിന്ന് അങ്ങനെയൊക്കെയായിരുന്നു പോയത്. പിന്നെ അങ്ങനെ ഇന്നലത്തെ വിശേഷങ്ങൾ അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ ഞാൻ പത്തിരി ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ കുറേ ഞാൻ പത്തിരി ഉണ്ടാക്കിയിട്ട് പത്തിരി ഞാൻ അങ്ങനെ ഉണ്ടാക്കാറില്ല. കാരണം ഈ കുഴയ്ക്കാനും മാവ് ഈ പൊടി കുഴച്ച് അങ്ങനെ ഉണ്ടാക്കാനൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. എന്നാലും നമുക്കൊരു ഇതാണല്ലോ, തോന്നലാണല്ലോ, ഒന്ന് ഉണ്ടാക്കി നോക്കാം. കുറേ കാലത്തിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ കടി ഞാൻ പൊതുവേ ഉണ്ടാക്കാറില്ല. അതേമാതിരി ഈ നൂൽപുട്ട് അത് ഇതേപോലെയാണ് ഞാനങ്ങനെ എപ്പോഴേലൊക്കെ നമുക്കൊരു പൂതി തോന്നുമല്ലോ, അപ്പോൾ നമ്മൾ ഉണ്ടാക്കാതല്ലാതെ. അപ്പോൾ അതിൻ്റെ ഇതൊക്കെ കുഴക്കുന്നുണ്ട് കേട്ടോ. ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കുഴച്ച് കഴിഞ്ഞാൽ നല്ലോണം കിട്ടും. കാരണം അവിടെ തറവാട്ടിൽ നിൽക്കുമ്പോൾ പത്തിരി ചൂടാണെങ്കിൽ അമ്മയാണ് കുഴച്ച് തരാറ്. അമ്മ മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെക്കും. ഞാൻ പത്തിരി പരത്തി ചൂടാനേ നിൽക്കാറുള്ളൂ. അപ്പോൾ അവിടെ ആകുമ്പോൾ അമ്മ എല്ലാത്തിനും സഹായിക്കുന്നു. ഇപ്പോൾ നമ്മൾ സെപ്പറേറ്റായിട്ട് വേറൊരു വീട്ടിലേക്ക് വന്നപ്പോൾ എല്ലാം നമ്മൾ തന്നെ ചെയ്യണമല്ലോ. അപ്പോൾ ഒരു പനിയായപ്പോഴും അപ്പോൾ ഞാൻ ഇങ്ങനെ വിചാരിച്ചു, തറവാട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ച് നേരമൊക്കെ ഒന്ന് കിടക്കാം. കാരണം അടുക്കളപ്പണിയൊന്നും അങ്ങനെ ചെയ്യണ്ടല്ലോ. പക്ഷെ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഇവിടെ നമ്മുടെ ഇഷ്ടത്തിന് വരികയാണെങ്കിൽ നമുക്ക് കുറേ നേരം കിടന്നിട്ട് വേണമെങ്കിൽ ചെയ്യാം. പിന്നെ ഇത്രയും ഇടങ്ങേറായിട്ട് എന്തിനാണിത് ചെയ്യണമെന്ന് ചോദിച്ചാൽ, ഏട്ടന് വർക്കിന് പോകുന്ന സ്ഥലത്തൊന്നും ഹോട്ടലുകൾ പൊതുവേ കിട്ടാറില്ല. കാരണം അധികം ഇവർ ഒഴിഞ്ഞ സ്ഥലത്തൊക്കെ ആയിരിക്കും വർക്കുള്ളത്. അപ്പോൾ ഹോട്ടലുകൾ അങ്ങനെ പൊതുവെ അടുത്തൊന്നും ഉണ്ടാകാറില്ല. എന്നാൽ പിന്നെ ഞാൻ ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കാണെങ്കിൽ ഒരു ഫുഡ് ഉണ്ടാക്കി കൊടുത്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുപോകുന്നതുകൊണ്ട് കല്യാണത്തിന് മുന്നേ ഏട്ടൻ വീട്ടിൽ നിന്ന് കേട്ടോ ഫുഡ് കൊണ്ടുപോക്കാറ്. അങ്ങനെ ഹോട്ടൽ ഭക്ഷണമൊന്നും അങ്ങനെ കഴിക്കാറില്ല. നമ്മൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തേക്ക് പോകുമ്പോഴോ അങ്ങനെയൊക്കെയാണ് ഹോട്ടൽ ഭക്ഷണം കഴിക്കാറ്. ഇപ്പോൾ പറഞ്ഞു ഞാൻ ഇന്നലെ ഫുള്ളി നമുക്ക് ഹോട്ടലിൽ നിന്നാണല്ലോ, കാരണം നമുക്ക് വീട്ടിൽ നിന്നൊന്നും കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ പുറത്തേക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എല്ലാ ഭക്ഷണം കഴിക്കാറുണ്ട്. വർക്കിനൊക്കെ പോകുമ്പോൾ പിന്നെ അങ്ങനെ ദിവസം ഹോട്ടലിൽ നിന്നൊന്നും ഭക്ഷണമൊന്നും കഴിക്കാറില്ല കേട്ടോ. അങ്ങനെ മാവൊക്കെ കുഴച്ച് ഒക്കെ ചെറിയ ഉരുളകളാട്ടി വെക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഏട്ടന് നീച്ചിരുന്നു. ഏട്ടന് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഏട്ടന് ഒരു 7 മണി 7:30 ആയി നീക്കാൻ തന്നെ. കാരണം ഇന്ന് വൈകി. സാധാരണ 6:45 6:30 ആകുമ്പോൾ നീക്കണതാണ്. ഇനിയിപ്പോൾ നീച്ച് കഴിഞ്ഞ് അവിടേക്ക് എത്തുമ്പോഴേക്കും ഒരു നേരമാവും. കാരണം മഞ്ചേരി ഇന്നലത്തെ മഞ്ചേരി ഹോസ്പിറ്റലിൻ്റെ അടുത്തൊക്കെയാണ് ഇന്ന് വർക്കുള്ളത്. അപ്പോൾ അവിടെ എത്തണ്ടേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഏട്ടൻ നീച്ച് കുളിച്ചൊക്കെ ചെയ്തിരുന്നു. കുളിച്ചു. പിന്നെ ഏട്ടനാണ് വിളക്ക് വെച്ചതൊക്കെ. ഞാൻ വിളക്കൊന്നും വെക്കാൻ നിന്നിട്ടില്ല. സാധാരണ ഡെയിലി രാവിലെ ഞാൻ തന്നെ ഏട്ടൻ വിളക്ക് വെക്കാറ്. വിളക്ക് വെച്ചിട്ടില്ലെങ്കിൽ ഒരു ഇടങ്ങേറാണ്. ദിവസം നമ്മൾ സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുമ്പോൾ അത് ഒരു ദിവസം ചെയ്തിട്ടില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ചുമയുണ്ട് കേട്ടോ എനിക്ക്. ഞാൻ സൗണ്ട് ഇങ്ങനെ കൊടുക്കുമ്പോൾ നല്ല കരകരപ്പുണ്ട് തൊണ്ടയിൽ. ഗുളികയൊക്കെ കുടിച്ചതാണ്, പക്ഷെ കുറവില്ല. ഇനിയിപ്പോൾ നോക്കാം. ഇന്ന് ഹോസ്പിറ്റലിൽ പോകണമെന്നുണ്ട് വിചാരിക്കണം. അങ്ങനെ അതിൻ്റെ ഇടയിൽ മോനൊന്ന് നീച്ചിരുന്നു. മോനൊക്കെ നീച്ചിട്ട്
അവൻ നീച്ചതിന് ശേഷം ഏട്ടൻ പല്ലൊക്കെ തേച്ച് കൊടുത്തു. അവന് ഇന്നലെ ഭയങ്കര സങ്കടമായിരുന്നുണ്ടോ. ഞങ്ങളങ്ങനെ അവനെ വിട്ടിട്ട് അങ്ങനെ എങ്ങോട്ടും പോകാറില്ല. എപ്പോൾ പോകുമ്പോഴും ഒരുമിച്ച് അവനെ കൊണ്ടുപോകാറുണ്ട്. അപ്പോൾ ഇന്നലെ ഈ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട്, കാരണം ആ രാവിലെ ഒന്നും അവനെ കൊണ്ടുപോയി ശരിയാവില്ല. കാരണം അവനും ഉണ്ട് പനി, ജലദോഷം, ചുമയൊക്കെ ഉണ്ട് അവന്. അപ്പോൾ ഇന്നലെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. പിന്നെ അമ്മയാണ് നോക്കിയിരുന്നത്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ വന്നതിന് ശേഷം ഭയങ്കര സങ്കടം എനിക്ക്. ഞങ്ങളെ കണ്ടപ്പോൾ തന്നെ കരഞ്ഞൊക്കെ ചെയ്തിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് ഉമ്മ തരലും ഏട്ടന് ഉമ്മ കൊടുക്കലും അങ്ങനെയൊക്കെ ആയിട്ട് അവനെ ഒറ്റയ്ക്ക് അങ്ങനെ ഇട്ട് പോകാൻ തന്നെ കഴിയാറുമില്ല. കാരണം നമുക്ക് ആകെ ഒരു മോനല്ലേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു കൊഞ്ചിച്ച് വളർത്തുന്നതുകൊണ്ട് ഓൾക്കതിൻ്റെ ഒരു കുറുമ്പുണ്ട്. അപ്പോൾ ഇന്നലെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അവിടെ ഒരു കടയിൽ നമ്മൾ ഈ ഫാൻസീൻ്റെ കാര്യങ്ങളൊക്കെ ഔട്ട് സ്റ്റോക്ക് ആയിട്ടുള്ള ചെറിയ ചെറിയ കുട്ടി സാധനങ്ങളൊക്കെ വിറ്റഴിക്കണമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് പിന്നെ അവനക്കുള്ള ചെറിയ കളിപ്പാട്ടൊക്കെ വാങ്ങി, ചെറിയ ടോയ്സൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. 20 രൂപയ്ക്കൊക്കെ അങ്ങനെ വിറ്റിട്ട് വിറ്റൊഴിക്കുകയാണ് ഫാൻസിത്തെ സാധനങ്ങളൊക്കെ. അപ്പോൾ ഒരു സ്റ്റാറും വാങ്ങിയിരുന്നു അവന്. അപ്പോൾ തൊട്ടടുത്തുള്ള ചേച്ചീൻ്റെ വീട്ടിലൊക്കെ സ്റ്റാറും പുൽക്കൂടും ഒക്കെ കണ്ടപ്പോൾ ഇവനിങ്ങനെ ഭയങ്കര, അപ്പോൾ ഇങ്ങനെ പറയും അച്ഛാ നക്ഷത്രം എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ ചെയ്യാം. അപ്പോൾ പിന്നെ ഇന്നലെ ഞങ്ങൾ അങ്ങനെ വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ വലിയ സ്റ്റാറാട്ടോ, അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് ഒക്കെ. അവിടെ എല്ലാ സാധനത്തിനും 20 രൂപ വെച്ചിട്ടാണ് ആ ഏട്ടൻ വിറ്റിരുന്നിട്ട് അവിടെ. അപ്പോൾ ഞാനൊരു 100 രൂപയ്ക്ക് ഞാൻ കുറച്ചധികം സാധനങ്ങൾ വാങ്ങി. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഞാൻ ഇന്നലെ ഹോസ്പിറ്റലിൽ പോയ ഷോർട്സിൽ ഞാൻ ഇടാം കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പകുതി എത്തിയപ്പോഴാണ് ഭക്ഷണം കഴിക്കാൻ കയറിയത്. ഒരു 3:30 ആയപ്പോൾ. അത് ഞാൻ പത്തിരിയൊക്കെ ചുട്ടായിരുന്നു. പത്തിരി കുറച്ച് ഉണ്ടാക്കിയിട്ടുള്ളൂ. പിന്നെ ഏട്ടൻ കഴിച്ചു, ചായ കുടിച്ചു. അപ്പോൾ ഏട്ടൻ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കുടിച്ചു. ഏട്ടൻ കൊണ്ടുപോകാനുള്ള വെള്ളമൊക്കെ കുപ്പിയിൽ നിൽക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ ഞങ്ങൾ പറയുന്നുണ്ട് ടാങ്ക് കേൾക്കാനുണ്ട്. അപ്പോൾ 2 ദിവസം മുന്നേ കേൾക്കാനൊക്കെ നിൽക്കുന്നു. അപ്പോൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആയതുകൊണ്ട്, എനിക്ക് പനിയായതുകൊണ്ട്, കാരണം 2 ആൾ നിൽക്കണം. കാരണം ഒരാൾ കൊണ്ട് ടാങ്കിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി ഇങ്ങോട്ട് ചെയ്യണ്ടേ. അപ്പോൾ ടാങ്ക് കേൾക്കുന്ന കാര്യമൊക്കെ എങ്ങനെയാണ് പറയുന്നത്. ഞാനൊരു 2 മാസം കൂടുമ്പോഴൊക്കെ പോയിട്ട് ഞാൻ ഒരു ചെറിയൊരു ഷോർട്സ് എടുത്തിരുന്നു. അത് ഹോസ്പിറ്റലിൽ പനിയായിട്ടല്ല പോയത്, എനിക്ക് വേറൊരു സർജറീൻ്റെ ഒരു കാര്യത്തിൻ്റെ വേണ്ടിയാണ് ഞാൻ മഞ്ചേരി ഹോസ്പിറ്റലിലാണ് പോയത്. അപ്പോൾ അതിൻ്റെ ഞാനൊരു ഷോർട്സ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതെല്ലാവരും കാണുക. അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു മിനി വ്ളോഗായിട്ട് ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിന് ബാക്കി ഞാൻ ഇടാൻ പറ്റിയ അവസ്ഥയിലല്ല. അപ്പോൾ ഈ വീഡിയോയിൽ ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്യാണ്. സൗണ്ട് പറ്റ പോയി കിടക്കാൻ, ജലദോഷമൊക്കെ പിടിച്ച് തലവേദനയായിട്ട്. അപ്പോൾ ഇന്ന് രാവിലെ വിളക്കൊന്നും വെച്ചിട്ടില്ല, ഒക്കെ ഏട്ടനാണ് വിളക്ക് വെച്ചതൊക്കെ. പിന്നെ ഇന്ന് പ്രത്യേകിച്ചും രാവിലെ തന്നെ നീച്ചിട്ടൊന്നുമില്ല കേട്ടോ. അതിന് ഞാൻ ചോറൊക്കെ ഞാൻ കുക്കറിലാണ് വെച്ചിട്ടുള്ളത്. ചോറൊന്നും ഞാൻ കുക്കറിൽ വെക്കാറന്നല്ല. നമ്മളെ വീട്ടിൽ പാത്രമുള്ളതുകൊണ്ട് മൺചട്ടിയിൽ തന്നെയാണ് വെക്കാറ്. അപ്പോൾ ഇന്ന് കുക്കറിൽ വെച്ചു. കാരണം നമുക്ക് ശരീരത്ത് കഴിയില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നും കഴിയൂല. ഒരു പണിക്കും വീട്ടിലത്തെ ഒരു കാര്യം. കാരണം മോനും കൂടി ഉള്ളതുകൊണ്ട് അവൻ്റെ കാര്യം നോക്കണം. ഏട്ടൻ വർക്കിന് പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.